അപ്പോൾ നമ്മുടെ കാറ്ററിംഗ് സർവീസിന്റെ പേരും കൂടെ പറയുകയാണെങ്കിൽ കാണുന്നവർക്ക് നളൻസ് കിച്ചൺ ആണ്. നളൻസ് കിച്ചൺ അല്ലേ? നളൻ ആരാന്നറിയോ? ലോകത്തിലെ ആദ്യത്തെ പാചകക്കാരനാണ്. ഓ അതല്ലേ, എനിക്കറിയില്ല. ഹലോ, അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് കോട്ടയത്തിന് MC റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചപ്പോഴേ അവിടെ ഒരു ബിരിയാണി എന്നൊരു ബോർഡൊക്കെ വെച്ചിട്ട് ചേച്ചി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ നമുക്ക് എന്തായാലും വിശക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബിരിയാണി മേടിച്ച് ആ ബിരിയാണിയുടെ വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. കേട്ടോ 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 ചേച്ചി, ബിരിയാണിയൊക്കെ ഉണ്ടോ? എന്താ പറഞ്ഞ എടുത്തേക്കോ? പിന്നെ കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടോ? ഇരുന്ന് കഴിക്കുകയും ചെയ്യാം അല്ലേ? അതെ അല്ലേ? എങ്ങനെയാ ബിരിയാണിക്ക് റേറ്റ് ഒക്കെ എങ്ങനെയാ? 100 രൂപ. ഒരു ബിരിയാണി ഉണ്ടല്ലോ. എന്തൊക്കെയാ വന്നേ? മുട്ടയൊക്കെ ഉണ്ടോ? ആണോ? 100 രൂപക്കകത്ത് ഇതെല്ലാം ഉണ്ടല്ലേ? അതെങ്ങനെ മുതലാവോ? ആദ്യമൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നപ്പോ ആൾക്കാർ പറയുമായിരുന്നു കുറച്ചും കൂടെ റൈസ് വെക്കണം എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ ഞങ്ങള് റൈസ് വെച്ച് കൊടുത്തപ്പോ എല്ലാരും പറഞ്ഞിട്ട് ഇപ്പൊ ഓക്കെയാണ്, ഞങ്ങൾക്കത് മതി, തികയുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷം. ഇവിടെ തന്നെയാണോ വീട്? ഇവിടെ പാലക്കുഴയാണ്. അതല്ലേ? ഈ കച്ചവടം തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പൊ 2 മാസമായി. 2 മാസമായി. കച്ചവടം ഉണ്ടോ? കുഴപ്പമില്ല, കയറുവാനുണ്ട്. ഈ ഫുഡൊക്കെ ചേച്ചി തന്നെ ഉണ്ടാക്കുവോ? ചേട്ടനും കൂടി സഹായിക്കും. ചേട്ടനാണ് ഉണ്ടാക്കി തരുന്നത്, ഞാനിവിടെ കൊണ്ടുവന്ന് നിൽക്കുന്നു. വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോരും. അതല്ലേ? വീട് ഇവിടെ തന്നെ? കുറച്ച് ഒരു 3 കിലോമീറ്റർ. നമ്മളൊരു കേറ്ററിംഗ് സർവീസും കൂടി കൂടിയായിട്ടാണ് തുടങ്ങിയേക്കണത്. കേറ്ററിംഗ് സർവീസ് ഉണ്ടല്ലേ? എന്താണേലും ചെയ്തു കൊടുക്കും. ചെറിയ പാർട്ടിക്കാണേലും വലിയ പാർട്ടിക്കാണേലും ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുക്കുന്നുണ്ട്. ചെറുകടി, ചായ, ബിരിയാണി, ഫ്രൈഡ് റൈസ്, കപ്പ ബിരിയാണി, ഊണ്, എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കുന്നുണ്ട്. കാറ്ററിംഗ് സർവീസ് ഉണ്ടായിട്ടെന്താ ഇവിടെ ഒരു ബിരിയാണിയുടെ ഒരു ചെറിയൊരു ഷോപ്പ് ഇടാൻ കാരണം? നമ്മുടെ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറമാണ് നമ്മള് തുടങ്ങിയേക്കുന്നത്. അപ്പൊ ഇവിടെ വന്ന ആൾക്കാരോട് പറഞ്ഞ് അവരുടെ ഒരു ക്യാൻവാസും കൂടി ആയിട്ട് ആളുകളുടെ ചെറിയൊരു മാർക്കറ്റിംഗും കൂടെ. അത് കൊള്ളാം. വർക്കുണ്ടോ ഇപ്പം? കാറ്ററിംഗിൽ വർക്കുണ്ടോ? ചെറിയ തോതില് ആണോ? വർക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. പിന്നെ മഴയുടെ സീസണിലൊക്കെ നമുക്ക് കുറവായിരുന്നു, ഇപ്പൊ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതല്ലേ? വീട്ടിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്? അതെയോ വർക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ? നമ്മളൊരു റൂം എടുത്തിട്ടുണ്ട്, അവിടെയാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും ചേട്ടനും 2 പിള്ളേരും. പിള്ളേരൊക്കെ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടെ ഓടി പോകുന്നുണ്ടല്ലേ? പിള്ളേരെ വിട്ട് കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് ചെയ്ത് കൊണ്ടുവരുന്നു. അതല്ലേ? ഞാൻ ഇന്നലെ നമുക്ക് ഇവിടെ മറ്റേ ഒരു കൊടയെ കുത്തി വെച്ചാണല്ലോ. അതെ അതെ, അന്ന് ഞാൻ വെറുതെ ഒരു കൊടയിട്ട് ഈ ഒരു മേശ ഇട്ടിട്ടാണ് ഇരുന്നോണ്ടിരുന്നത്. അതല്ലേ? പിന്നെ മഴ വന്നപ്പം കൊടയൊക്കെ, പിന്നെ ടോർസിലൂടെ പോകുമ്പോ നല്ല കാറ്റ് പിടിക്കുന്നുണ്ട്. എന്റെ കൊടയൊക്കെ കീറിപ്പോയി. കൊടയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ മഴ പെയ്യുമ്പോ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു ഷെഡ് കെട്ടിയിരുന്നു. ഞാനും ഹസ്ബൻഡും കൂടി. ഇത് ഉപ്പുകണ്ടെന്ന് പറയും. ഉപ്പുണ്ടല്ലേ? മൂവാറ്റുപുഴ കോട്ടയം റൂട്ട്. എങ്ങനെയുണ്ട് ആൾക്കാരുടെ ഒരു റെസ്പോൺസ് ഒക്കെ? എങ്ങനെയുണ്ട്? നമ്മള് നേരത്തെ തീർന്നു പോയ ആൾക്കാർ ഇന്ന് വന്നില്ലായിരുന്നു, ഇന്നലെ വന്നില്ലായിരുന്നു എന്ന് ചോദിക്കും. വന്ന് കുഴപ്പമില്ല, ആൾക്കാരെല്ലാം മേടിച്ചോണ്ട് പോകുന്നു. നല്ല സപ്പോർട്ടാണ്. അപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ നമുക്ക് ഇപ്പൊ ഒരു 2 മാസത്തിനുള്ളിൽ 4-5 ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട്. ചെയ്തു കൊടുത്തു. മിനിങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാർട്ടി, വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ ചെറിയ പാർട്ടികളൊക്കെ ചെയ്യാൻ ആൾക്കാരില്ലാത്തത് കൊണ്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ചെറുതാണേലും എത്രയെന്ന് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പൊ കുറച്ചാണേലും ചെയ്യുമെന്നുള്ളതിലാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ നമ്മള് 10 പേരാണേലും, കാരണം നമ്മൾ ഡെയിലി ബിരിയാണി ഉണ്ടാക്കണ്ട്. അപ്പൊ 10 പേരാണേലും 20 പേരാണേലും അതിൽ കൂടുതൽ എത്ര പേരാണേലും നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മള് 350 പേരുടെയൊക്കെ പരിപാടി ചെയ്തിട്ടുണ്ട്. എന്തായാലും കാറ്ററിംഗ് സർവീസ് ഒക്കെ വളർന്ന് വലിയൊരു സംഭവമാട്ടെ. ഇപ്പൊ എത്ര മണിക്കാ ഇവിടെ വന്നേ? ഞാനൊരു 11:30-12 മണിക്കുള്ളിൽ വരും. ഇവിടെ വരും അല്ലേ? ഇത് എത്ര മണി പോലെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? രാവിലെ 8 മണി 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചേട്ടനെല്ലാം റെഡിയാക്കാൻ തുടങ്ങും. പിന്നെ ഞങ്ങളൊരു 10 മണിയാകുമ്പോഴത്തേനും എന്തായാലും ആക്കും. ഈ പാത്രത്തിൽ വെച്ചേക്കുന്ന ബിരിയാണി ഇത് നല്ല ചൂട് നിൽക്കും. ഇപ്പോഴും നല്ല ചൂടുണ്ട്. വൈകുന്നേരം 4 മണി വരെ, 4 മണി 5 മണിയൊക്കെ വരെ നല്ല ചൂടുണ്ടായിരിക്കും. പിന്നെ നമ്മളൊരു വേറെ കണ്ടെയ്നറിനകത്ത് കൊണ്ടുവന്നേക്കാളും നന്നായിട്ട് ചൂട് നിൽക്കും. പിന്നെ ഒരു വൃത്തിയുടെ ഒരു ഭാഗവും കൂടിയാണ്. നമുക്കുള്ള കാറ്ററിംഗ് സർവീസ് കുറച്ചും കൂടെ ഒരു വിപുലമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇവിടെ ഉള്ളവരൊന്നും അങ്ങോട്ട് വരുന്നില്ലല്ലോ. ഇവിടെ വന്നിട്ട് ആൾക്കാരെ പറഞ്ഞു. അപ്പൊ നമ്മുടെ കാറ്ററിംഗ് സർവീസിന്റെ പേരും കൂടെ പറയുകയാണെങ്കിൽ കാണുന്നവർക്ക് നളൻസ് കിച്ചൺ എന്നാണ്. നളൻസ് കിച്ചൺ അല്ലേ? നളൻ ആരാന്നറിയോ? ലോകത്തിലെ ആദ്യത്തെ പാചകക്കാരനാണ്. ഓ അതല്ലേ? ഇതിനു വേണ്ടി വിളിക്കണല്ലോ. ഫോൺ നമ്പർ ഉണ്ടോ പറയുകയാണെങ്കിൽ? 80 86 14 93 34. അതിലേക്ക് വിളിച്ചാൽ മതി അല്ലേ? ഓർഡർ ഉണ്ടെങ്കിലും ബിരിയാണി വേണമെങ്കിലും ചേച്ചിനെ വിളിച്ചാൽ മതി ആ നമ്പറിലേക്ക്. എന്തായാലും സംഭവങ്ങളൊക്കെ അടിപൊളിയാവട്ടെ കേട്ടോ. അപ്പൊ എനിക്കുള്ള ബിരിയാണി തന്നില്ല എന്തായാലും. ഇങ്ങനെയാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നല്ലേ?
ഇവിടെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കഴിച്ച് നോക്കട്ടെ കേട്ടോ. കഴിച്ച് നോക്കിയിട്ട് അതും കൂടെ പറയാം. കഴിച്ചിട്ട് നല്ലതാണെങ്കിലും പറയാം, ചീത്തയാണെങ്കിലും ചീത്തയാണെങ്കിലും എന്തെങ്കിലും പറയാം. കുറവുണ്ടെങ്കിലും ചീത്ത പറയണമെന്നാണോ തോന്നുന്നത്? ചീത്ത പറയണമെന്നല്ല, അതിനകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പറയണം. ആയിക്കോട്ടെ, ഞാൻ ഉറപ്പായിട്ടും. എല്ലാ കസ്റ്റമറോടും അങ്ങനെ പറഞ്ഞാൽ വിടുന്നത്. കാരണം എന്നാലും നമുക്ക് മെച്ചപ്പെട്ട് കൊണ്ടുവരാൻ പറ്റും. ബിരിയാണിക്ക് ഞാൻ കഴിച്ചു. അടിപൊളിയായിട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. അത്യാവശ്യം ഒരു ഫുൾ ബിരിയാണിയുടെ ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു മുട്ട പുഴുങ്ങിയത് 2 വലിയ കഷ്ണങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ, ഈ പൊതിക്കകത്ത്. കൂടാതെ അച്ചാറും സാലഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം മൂവാറ്റുപുഴ കോട്ടയം റൂട്ടിൽ വരുന്നവർ എന്തായാലും അവിടെ ഉപ്പുകണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് റൈറ്റ് സൈഡിലായിട്ട് ചേച്ചി നിൽപ്പുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ബിരിയാണി മേടിക്കുക. ഇങ്ങനെയുള്ളവരെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും. അവിടുന്ന് ബിരിയാണി കഴിച്ചവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ അവരോടുള്ള ഒരു സ്നേഹം ഒരു ഷെയറിലൂടെ നിങ്ങൾ അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു കൊച്ചു പേജ് നിങ്ങൾ ഫോളോ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലാണ് നമുക്ക് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. മുമ്പോട്ട് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ.